തീരാത്ത ആഗ്രഹമുള്ള മനുഷ്യരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രര്. ദൈവം നമുക്ക് തന്നതിൽ നമ്മളാരും തൃപ്തരല്ല. നമ്മൾ വേറെ എന്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഓർക്കണം, നമ്മുടെ അനുഗ്രഹം ദൈവം ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിലാണ്. ആയിരിക്കുന്നതിനെ നമ്മൾ അംഗീകരിച്ചിട്ട് നന്ദി പറയാൻ തുടങ്ങണോ, അതിലാണ് അനുഗ്രഹം. ഇപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയുടെ കൂടുന്ന് പൊട്ടിച്ചാൽ അതിലൊരു അത്ഭുതമുണ്ടെന്ന്. ഈ കുടുംബത്തില്, ഈ ഇപ്പോഴുള്ള ഈ ദാമ്പത്യത്തില്, ഇപ്പോഴുള്ള ഈ മക്കളെ വെച്ചുകൊണ്ട്, ഇപ്പോഴുള്ള ഈ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ട്, ഇപ്പോഴുള്ള ഈ ആരോഗ്യം വെച്ചുകൊണ്ട്, ഇപ്പോഴുള്ള എൻ്റെ ജീവിത രീതി വെച്ചുകൊണ്ട് ഇവിടുന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിന്റെ വിളിയും ദൗത്യവും നിയോഗവും ആ സാഹചര്യത്തിൽ, ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് അതിനെ ഉയരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള നിസ്സാരത, ഈ നിസ്സാരത, ഇതൊന്നും ഈ നിസ്സാരത ഇത്ര ഉള്ളൂ എനിക്ക് എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയിലേക്ക് നോക്കുന്നു. നമുക്ക് ഈ നിസ്സാരതയാണ്, സങ്കടപ്പെടുന്നു, നിരാശപ്പെടുന്നു. ദൈവം പറയുക, ഈ നിസ്സാരതയിലും നിനക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ ജീവിതം കാണുമ്പോൾ ഇത്ര അല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ദൈവം എൻ്റെ ദൗത്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം, ദൈവം വഴി നടത്താൻ തുടങ്ങും. ഈ തന്നിരിക്കുന്ന അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യണം, അതിൻ്റെ മേലെ അനുഗ്രഹം. കീർത്തനം 138 8-ാമത്തെ തിരുവചനം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു നിശ്ചയമുണ്ട്, അവനത് നിറവേറ്റും.